പ്രമേഹമുള്ള ആളുകളിൽ പലപ്പോഴും രാവിലെ ഷുഗർ വല്ലാണ്ട് കൂടും. ഒരു 300, 350 എത്തും. ഫാസ്റ്റിംഗ് ഇല്ല, നമ്മളൊരു 7 മണി 8 മണിയൊക്കെ ആകുന്ന സമയത്ത് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഇത് പലപ്പോഴും വിചാരിക്കുക രാത്രിയിൽ കഴിച്ച മരുന്ന് ശരിയായിട്ടില്ല, ഇൻസുലിൻ്റെ ഡോസ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ആഹാരം കഴിച്ചത് കൂടിപ്പോയി, രാത്രിയിൽ ഉറക്കം ശരിയായില്ല. ഇതൊക്കെയാണ് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്. പക്ഷെ ഇതൊന്നും അല്ല പലപ്പോഴും കാരണമാകുന്നത്. അതിനൊരു കാരണമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. നമ്മൾ രാത്രിയിൽ ആഹാരം കഴിക്കുന്നത് ഒരു 9 9:30 ആകുന്ന സമയത്താണ്. പിന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നത് രാവിലെ 8 മണിക്കാണ് അല്ലേ. അപ്പോൾ ഒരു 8 9 മണിക്കൂർ ഫാസ്റ്റിംഗ്, നമ്മുടെ ശരീരത്തിലേക്ക് ആഹാരമൊന്നും എത്തുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് ഷുഗർ കുറച്ചൊന്ന് കുറയാം മെല്ലെ മെല്ലെ. അതിനോടൊപ്പം തന്നെ രാത്രിയിൽ നമ്മൾ എടുക്കുന്ന ഇൻസുലിൻ അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടും ഷുഗർ രക്തത്തിൽ മെല്ലെ മെല്ലെ കുറഞ്ഞു വരാം. അങ്ങനെ ഒരു രാവിലെ 2 മണി 2 മണി തൊട്ടൊരു 4 മണി 5 മണി വരെയൊക്കെയുള്ള ആ ഒരു സമയത്ത് രാവിലെ നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് വല്ലാണ്ട് കുറഞ്ഞു പോകും. ഒരു ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു പ്രതിപ്രവർത്തനമായിട്ടാണ് രാവിലെ 7 മണി 8 മണിയൊക്കെ ആകുന്ന സമയത്ത് ഷുഗർ കൂടുന്നത്. ഇതൊരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ ഓക്സിജൻ വേണം. ഇതുപോലെ തന്നെയാണ് ഷുഗറും അല്ലെങ്കിൽ ഗ്ലൂക്കോസും. ജീവൻ നിലനിർത്തണമെങ്കിൽ ഗ്ലൂക്കോസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ രാവിലെ ഇങ്ങനെ ഷുഗർ കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കുറഞ്ഞു പോകുന്ന ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിൽ കൗണ്ടർ റെഗുലേറ്ററി ഹോർമോൺസ് ലൈക്ക് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ കോർട്ടിസോൾ പോലുള്ള ഹോർമോൺസ് റിലീസാകുകയും അത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഷുഗർ ഗ്ലൈക്കോജനായിട്ട്. അതിനെ കൺവേർട്ട് ചെയ്ത് രക്തത്തിലേക്ക് ഷുഗർ എത്തിക്കും, ഗ്ലൂക്കോസ് എത്തിക്കും. അങ്ങനെയാണ് ഈ രാവിലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 7 മണി 8 മണിയൊക്കെ ആകുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗർ കൂടി നിൽക്കുന്നത്. മനസ്സിലായില്ല? അത് ഈ രാവിലെ ഉണ്ടാകുന്ന ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറഞ്ഞു പോകുന്നതിന്റെ പ്രതിപ്രവർത്തനമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ആ ഹൈപ്പോഗ്ലൈസീമിയ രാവിലെ ആ ഷുഗർ അങ്ങനെ കുറഞ്ഞു പോകാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. രാത്രിയിൽ എടുക്കുന്ന മരുന്നിന്റെ ഡോസ് ക്രമീകരിക്കണം. അതുപോലെ തന്നെ രാത്രിയിൽ എപ്പോഴെങ്കിലും എഴുന്നേൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പഴമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ കഴിക്കണം. അപ്പോൾ ഈ രാവിലെ ഉണ്ടാകുന്ന ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുകയും രാവിലെ ഫാസ്റ്റിങ്ങിൽ ഷുഗർ ഇത്രയും കൂടില്ല. അത് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്താൽ കൃത്യമായിട്ട് പറഞ്ഞു തരും. പക്ഷെ പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് മരുന്നിന്റെ അളവൊക്കെ സ്വയം കൂട്ടാറുണ്ട്. അപ്പോൾ വീണ്ടും ഷുഗർ കൂടും. അപ്പോൾ ഇതിനൊരു സൊമോഗി ഫിനോമിന എന്നാണ് നമ്മൾ ഇതിന് പറയുക. അങ്ങനെ ഡോക്ടറാണ് കണ്ടുപിടിച്ച സൊമോഗി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.